ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കാറ്ററ്റ് കിളിക്കൂടിൻ്റെ പുതിയ എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നീതുവിൻ്റെ ഏട്ടനെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഹരീഷ് വന്നാൽ അറിയണ്ട. ഹരീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അവനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയിലാണ് കേട്ടോ സുഭാഷ് ഏട്ടനും സുധീഷും നികേഷും നിധിയും ഒക്കെ. അങ്ങനെ ഹരീഷ് രാത്രിയായപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ആ സമയത്ത് നമ്മളെ ഭാസ്കരൻ അച്ഛൻ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്തായാലും അത് പറയുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. സംഭവം പറയാനായിരിക്കും അച്ഛൻ എന്തായാലും ഹരീഷെന്ന് വിളിച്ചിട്ടുണ്ട്. എപ്പോഴും വിളിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഹരീഷ് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടോ. വന്ന പാടെ എന്തായാലും സുഭാഷേട്ടൻ ഓവറാക്കി കുളമാക്കിയിട്ടുണ്ട്. ഹരീഷെ വാ ഇരിക്കും, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ പറയുന്നുണ്ട്, സാധാരണ ഞാൻ വന്ന പാടെ ഒന്നും കുടിക്കാറില്ലല്ലോ, ഞാനൊന്ന് കൈയും കാലൊക്കെ ഒന്ന് കഴുകട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സുഭാഷേട്ടൻ എന്തായാലും സംഗതി കുളമാക്കിയിട്ടുണ്ടെന്ന് നികേഷും അതുപോലെ തന്നെ സുധീഷൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണോ സാധാരണ സുഭാഷേട്ടൻ ഹരീഷ് വന്ന പെരുമാറുന്നത്? അല്ലല്ലോ, വന്ന പാടെ അവൻ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കാറുണ്ടോ? അങ്ങനെ ചെയ്യാറില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്തിട്ട് കുളമാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടനെക്കാടി അപ്പുറം നമ്മളെ സുധീഷ് കാര്യം കൊളാക്കിയിട്ടുണ്ട് കേട്ടോ. ഹരീഷെ മോനെ ഇരിക്കടാ, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് സംഭവം ഏതായാലും കൊളാക്കിയിട്ടുണ്ട്. എന്നിട്ട് നികേഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഏട്ടാന്ന്. നികേഷ് ആണെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷിന് ചെറുതായിട്ട് എന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ ആക്കുന്നത്, എന്നെ കളിയാക്കുവാണോ, എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാവരും പ്രശ്നമൊന്നുമില്ല, സംഭവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അച്ഛൻ സംഭവം കുളമാക്കിയിട്ടുണ്ട്. അച്ഛൻ വന്നിട്ട് എന്നാ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ സുധീഷൊക്കെ അച്ഛനെ പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് പറയണം, കാരണം അവന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്, അപ്പൊ അവൻ അറിയാതിരിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ സംഭവം പറഞ്ഞിട്ടുണ്ട്. നീതുവിന്റെ ഏട്ടൻ വന്നിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കി, ഈ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും മോശമായിട്ടുള്ളതൊക്കെ പറഞ്ഞു. അവരത്രയും വലിയ ഉള്ള ടീമാണോ, അവരെന്താ ബംഗ്ലാവ് പണിതിട്ടുണ്ടോ, എന്തിനാ ഇവിടെ വന്ന് മോശമായിട്ടൊക്കെ സംസാരിച്ചത്? പണ്ട് ഞാൻ ലോറി ഓടിച്ചിരുന്ന സമയത്ത് എന്റെ പിന്നാലെ നടന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ആളാണ് അവളുടെ അച്ഛന്. ഞാൻ 2 ആട്ട് കൊടുത്ത് വിട്ട ആളാണത്. എന്നിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നേക്കാൾ പ്രായം എത്രയോ കുറവുള്ള ഒരു ചെക്കൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങളെല്ലാവരും കണ്ടു നിന്നതല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാ അത് പറയാതിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹരീഷിന്റെ മുഖഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അവന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പിന്നെയും പിന്നെയും സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്തൊക്കെയാ പിന്നെ പറഞ്ഞത്, എന്താ അവിടെ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷും സുഭാഷേട്ടനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, അവര് വന്നിട്ട് നീയും അവളെ ഇനി സംസാരിക്കരുത്, അത് അവന് ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അച്ഛനെ പിടിച്ചു മാറ്റുന്നുണ്ട് നമ്മളെ സുധീഷ്. പക്ഷെ പറയാനുള്ളതൊക്കെ എന്തായാലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവര് ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവരും നീയും തമ്മിൽ ഇഷ്ടപ്പെടുന്നതൊന്നും അവർക്ക് തീരെ പിടിക്കുന്നില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നീ ഇപ്പൊ അവിടെ പോയി ചോദിച്ചു നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ ചീത്ത വിളിക്കുന്നുണ്ട്, അവിടെ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. എന്തായാലും ഹരീഷ് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുറ്റത്തിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അച്ഛൻ പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ ഇനി അവിടെ പോയി ചോദിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനോട് മിണ്ടാതിരിക്കാനൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. അന്നേരം നമ്മളെ നീതുവിന്റെ കോൾ ഇങ്ങനെ ഹരീഷിന്റെ ഫോണിലോട്ട് വരുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യം നമ്മളെ ഹരീഷ് കട്ടാക്കിയെങ്കിലും 3ാമത്തെ തവണ എടുത്തിട്ട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ ചൂടാവാതെ നിന്റെ ഏട്ടൻ വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ, എന്തിനാ ഞാനില്ലാത്ത സമയത്ത് അവൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെയാണ് ഹരീഷൻ ഞാനിപ്പോൾ വിളിച്ചത്. ഞാൻ അറിയാതെയാണ് ഏട്ടൻ അങ്ങോട്ട് പോയത്, അതിന്റെ പേരിൽ ഞങ്ങൾ നന്നായി ആടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷൻ എന്തായാലും സംഭവം ചടച്ച പോലെ സംസാരിക്കുന്നുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ ലവും കോപ്പും ഒന്നും വേണ്ടെന്ന്, അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. എന്തായാലും ഈ വീട്ടുകാരെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ കാലം ഒഴിഞ്ഞു മാറിയത്. എന്തായാലും ഇത് ശരിയാവില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. നീതു ആണെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഹരീഷ്, എന്നിട്ടും എന്താ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്, ഞാൻ അറിയാതെയാണല്ലോ അവൻ പോയത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മേലാൽ എന്നോടൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് നമ്മളെ ഹരീഷ് നീതുവിനെ കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് നമ്മളെ ഹരീഷ് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ നീതുവിനെ അമ്മ അടിക്കുന്നുണ്ട്, നീ ഇപ്പം ആരെയാണ് ഫോൺ വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. ഹരീഷിനെ ഞാൻ എന്തായാലും സ്നേഹിക്കും, എനിക്ക് വിളിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ വിളിക്കും. ഇവിടുന്ന് അഖിലേട്ടൻ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹരീഷുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഹരീഷിന്റെ സ്വഭാവം വെച്ച് ഹരീഷ് വെറുതെ നിൽക്കുന്ന തോന്നുന്നില്ല. കാരണം നീതുവായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ഹരീഷായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ
തന്നെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മളെ നിധി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സുഭാഷ് ചേട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹരീഷ് ഇവിടെ ഇല്ല, ഹരീഷും സുധീഷും കൂടി പുറത്തു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാധാരണ സംഭവിക്കാറില്ലല്ലോ, നികേഷ് നീ ഒന്ന് വിളിച്ചു നോക്കുക, അവന്മാർ എന്തെങ്കിലും ഒപ്പിച്ചു വെക്കൂ, അവന്മാർ രണ്ടുപേരും വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കണം കുഴപ്പമില്ല, പക്ഷെ രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും ഇറങ്ങി തിരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കയറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഹരീഷിന്റെ ഫോൺ ഇവിടുന്നാണ് റിങ് ചെയ്യുന്നത്. ആള് ഫോൺ എടുക്കാതെയാണ് പോയിട്ടുള്ളത്. സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴേ നമ്മളെ സുഭാഷ് ചേട്ടന് ഭയങ്കര ടെൻഷനായി, എന്തോ ഒപ്പിച്ച് വെക്കാനാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിലും ഡൗട്ട് പോലെ പറയുന്നുണ്ട്, ഇനി നീതുവിന്റെ വീട്ടിലേക്ക് എങ്ങാനാണോ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. നിധി എന്തായാലും സമാധാനമായിട്ടിരിക്കും സുഭാഷ് ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവര് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് മോളെ പ്രശ്നം, കൊച്ചു കുട്ടികളാണെങ്കിൽ എവിടെയെങ്കിലും പോയി വഴക്കടിച്ചോട്ടെന്ന് വിചാരിക്കായിരുന്നു, പക്ഷെ ഇത് അതുപോലെയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സംഭവം അവർ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങള്. ഹരീഷും നമ്മളെ സുധീഷും കൂടി പോയത് നമ്മളെ നീതുവിന്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നേരെ കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നീതുവിന്റെ അച്ഛൻ എങ്ങോട്ടാ കയറി ചെല്ലുന്നു, ഇവിടെ എല്ലാവർക്കും വരാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരീഷിനെ കണ്ടപ്പോഴേ ആൾക്ക് മനസ്സിലായി കാണും. എന്തായാലും നേരെ കയറി ചെല്ലുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക്. ആ സമയത്ത് അമ്മയും അതുപോലെ തന്നെ നീതുവും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വീടിന്റെ ഉള്ളിൽ നിന്ന്. നീതുവിന് ഭയങ്കര സന്തോഷം ഹരീഷിനെ കണ്ടതുകൊണ്ട്. വന്ന സമയത്ത് ഇവര് ആക്കിയ പോലെ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, മേലോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനോട് നീതുവിന്റെ അമ്മ പറയുന്നുണ്ട്, നോക്കി നിൽക്കാതെ മനുഷ്യ പിടിച്ചിറക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരാം, ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കാണല്ലോ വരാൻ പാടില്ലാത്തതെന്നൊക്കെ നമ്മൾ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർ ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അത് പക തീർക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്താണ് അഖില് പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അഖില് വന്നപാടെ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വന്നപാടെ ദേഷ്യപ്പെടുന്നുണ്ട്, അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. സുധീഷ് എന്തായാലും മാസമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് പറയുന്നുണ്ട്, നീ എന്താടാ വലിച്ചു കയറ്റിയത്, ഭയങ്കര ദേഷ്യമാണല്ലോ നിനക്ക്, നല്ല പോലെ സംസാരിക്കാൻ വരുമ്പോ നീ എന്താ അടിക്കാൻ വരികയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മളെ നീതുവിനെയാണെങ്കിൽ അവളുടെ നീ എന്ത് കാണാൻ നിൽക്കുകയുടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവര് തമ്മിൽ എന്തെങ്കിലും സ്റ്റണ്ട് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് നമ്മളെ നീതു ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കാരണം ഹരീഷും അഖിലും തമ്മിൽ അടി ഉണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ ഒരു അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നീതുവിന്റെ വീട്ടുകാർക്ക് ഹരീഷിന്റെ വീട്ടുകാരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടുകാരുടെ ഇടയിലും മറ്റു ബന്ധുക്കളുടെ ഇടയിലൊക്കെ അവരുടെ പേരുദോഷം വളരെ വലുതാണ്. അതുകൊണ്ട് നീതുവിനെ പോലുള്ള ഒരു കുട്ടിയെ ഹരീഷിനെ പോലുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ നീതുവിന്റെ ഒരു സ്വഭാവം വെച്ച് അവൾ ഒരിക്കലും ഹരീഷുമായിട്ടുള്ള ഈ റിലേഷൻ ഒഴിവാക്കിയിട്ട് വീട്ടുകാർ പറയുന്നത് പോലെ നിൽക്കാൻ പോകുന്നില്ല. കാരണം അവള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളെ സുനന്ദയെ പോലെയൊന്നും അല്ല. അവൾക്ക് ചെയ്യാനോ പറയാനുള്ളത് അത് എവിടെ വേണമെങ്കിലും അവൾ അവതരിപ്പിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മളെ നീതുവിൻ്റെത്. അതുകൊണ്ട് തന്നെ അവൾ അച്ഛനെയും അമ്മയും പേടിച്ചിട്ട് ഇതൊന്നും ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇതിന്റെ പേരിൽ ഇനി നമ്മളെ നീതുവിന്റെ വീട്ടുകാരെല്ലാവരും കിളിക്കൂട്ടിലേക്ക് വരുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളെ നിധി കയറി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ സുധീഷിന്റെ ഭാഗം കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കാരണം ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആളായിരുന്നു നമ്മളെ നിധി. ഇപ്പൊ ചെറുതായിട്ട് അവളുടെ മനസ്സ് മാറുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.